എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. അല്ലെങ്കിലും ഒരു ആശ്വസിപ്പിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കല്ലാതെ വേറെ കോൺഗ്രസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഐ.സി. ബാലകൃഷ്ണൻ രാജിവെക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായ പ്രശ്നം വെച്ചുകൊണ്ടുള്ളതാണ്. രാജിവെക്കണം, അദ്ദേഹത്തിന് നാട്ടിലിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ കടം വാങ്ങുന്നത് ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് 7 കൊല്ലക്കാലം ആ ബാങ്കിൽ പണിയെടുക്കുകയായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഈ ബാലകൃഷ്ണൻ്റെ കത്ത് കൊണ്ടാണ് അതിന് പകരം വേറൊരാളെ നിശ്ചയിച്ചത്. അത് പൈസ വാങ്ങിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം എന്താ പറഞ്ഞാൽ ഇവരെല്ലാം കൂടി ചേർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളതാണ്. ആ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ട് ആ 2,10 ലക്ഷം റുപ്യ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇന്നലെ അവരെ കണ്ടപ്പോൾ പറഞ്ഞത്. അവർ വളരെ നിസ്സഹായമായ രീതിയിൽ പറയുകയാണ്. അല്ല, കർണാടക മറ്റൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതിയുടെ വിധി വന്നപ്പോഴാണ് പോസ്റ്റ് വന്നത്. അപ്പോൾ അദ്ദേഹം ഒളിച്ചു നടക്കുകയാണ്. ആ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ കൃത്യമായിട്ട് അതൊന്നും ഇപ്പോൾ വരാൻ സാധിക്കുന്നില്ല. അത് നോക്കിയിട്ട് ചെയ്യാം. ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ രാജിവെക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അൻവറിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ അൻവർ മറുപടി അർഹിക്കുന്നില്ല എന്ന മറുപടിയും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.